ഓക്കെ, സ്ക്രീൻ കാണാം. കമ്പനീസ് ആക്ട് 2013 അത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിഗ് സ്ക്രീൻ കാണോ എല്ലാവർക്കും? കാണോ? കാണാം. ഓക്കെ. ഓ, ഇതിന്റെ ചാപ്റ്റർ 14 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 2016 സിലബസ് എടുത്താലും 2022 സിലബസ് എടുത്താലും 35%, 40% വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം ഇത് നോക്കിയിട്ട് പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, നല്ല വെയിറ്റേജ്, നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആദ്യം ഡയറക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇന്ററാക്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, എത്ര പേരുണ്ട്? 41 പേര്. ഫസ്റ്റ് ഫീച്ചർ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അത് ആദ്യം തന്നെ കമ്പനിയുടെ ഡെഫിനേഷൻ എന്താ? കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ. എന്താ അങ്ങനെ പറയുന്നത്? എനി അതർ പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയാൻ കാരണം എന്താ? പറയോ? ഇതിന് മുന്നേ വേറെ ഏതെങ്കിലും കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നോ 2013 അല്ലാതെ? 1956 ഉണ്ടായിരുന്നു. അത് അമെൻഡ് ചെയ്തിട്ട് വന്നതാണ് 2013. അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 220 ആണ് ഡെഫിനിഷൻ ഓഫ് എ കമ്പനി തരുന്നത്. അപ്പൊ നമുക്കറിയാം ഏത് ആക്ട് എടുത്താലും സെക്ഷൻ 2 ആയിരിക്കും ഡെഫിനിഷൻസ് തരുന്നത്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 220 ആണ് കമ്പനിയുടെ ഡെഫിനിഷൻ തരുന്നത്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദ കമ്പനി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് മെയിൻ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് കമ്പനി ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട് ഒരു കമ്പനിക്ക്. അതായത് മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാന്നിരിക്കട്ടെ, ഞാൻ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയി അല്ലെ എന്ന് പറഞ്ഞിട്ട് നാളെ ഈ കമ്പനി റിലയൻസിന്റെ ഷെയർ വാങ്ങുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നാളെ റിലയൻസിന് എന്തെങ്കിലും പ്രശ്നം വന്നു, എന്തെങ്കിലും ഫ്രോഡ് സംഭവിച്ചു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് അഗെയിൻസ്റ്റ് ആരെങ്കിലും വരുമോ? എനിക്ക് ഞാൻ ലയബിൾ ആണോ? അല്ല, എല്ലാം കമ്പനിയുടെ അഗെയിൻസ്റ്റ് ആയിരിക്കും നടക്കുന്നത് അല്ലെ. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അങ്ങനെയാണോ? പാർട്ട്ണറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പാർട്ട്ണർഷിപ്പും അതിന് ലയബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വളരെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു കമ്പനിയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഫീച്ചറും കൂടാണ് എന്ത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് എ കമ്പനി. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഇസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഒരു ഷെയർ വാങ്ങിച്ചു, 100 രൂപയുടെ ഷെയർ ആണ് വാങ്ങിച്ചത്. എന്റെ ലയബിലിറ്റി ടുവേർഡ്സ് കമ്പനി എത്രയാണ്? 100 rupees അല്ലെ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് cannot be called upon to pay more than the unpaid value of shares whatever may be the indebtedness of the company. കമ്പനിയുടെ എത്രയാണോ കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാലും എന്റെ ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 100 rupees. ഞാൻ എത്രയാണോ ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുള്ള അതിന്റെ നോമിനൽ വാല്യൂ എന്താണ്, അതിന് മാത്രമേ ഉള്ളൂ എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പക്ഷെ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എങ്ങനെയാ? പാർട്ട്നേഴ്സ് എത്രത്തോളാണ് പാർട്ണർഷിപ്പിന്റെ ഇൻഡെപ്റ്റഡ്നെസ് അല്ലെങ്കിൽ എത്രത്തോളാണ് പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയത്തിനും പാർട്ട്നേഴ്സും ലയബിൾ ആയിരിക്കും അല്ലെ. ഈവൻ ദ പേഴ്സണൽ അസറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ് വരെ നമുക്ക് റിക്കവർ ചെയ്ത് പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്നൊക്കെ വേറെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് എ കമ്പനി. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റിയേ ഉള്ളൂ. പാർട്ണർഷിപ്പിനാണെങ്കിലോ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ പെർപെച്വൽ സക്സഷൻ. അതായത് എന്താ? ഞാനിപ്പോ ഷെയർ വാങ്ങിച്ചു, നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആ ഷെയർ സെൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, കമ്പനി പിന്നെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് എങ്ങനെയാണ്? ഒരു പാർട്ട്ണറിന് ഡെത്ത് സംഭവിച്ചു, റിട്ടയർമെന്റ് സംഭവിച്ചു, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ, അതിനൊക്കെ എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം നടക്കും. പക്ഷെ ഇപ്പൊ കമ്പനിയുടെ കേസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഷെയർസ് അങ്ങോട്ട് ബൈ ചെയ്താലും സെൽ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. ഞാനിപ്പോ ഷെയർ ഹോൾഡർ അല്ലെന്നോ എനിക്കിപ്പം ഡെത്ത് ഓഫ് ദി ഷെയർ ഹോൾഡർ ഒന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. കമ്പനി അങ്ങനെ ഇൻകോർപ്പറേഷൻ, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തൊട്ട്, അതായത് നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ പേര്
വരുന്നതും തൊട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതും വരെ, അതായത് വൈൻഡിങ് അപ്പ് നടക്കുന്നിടം വരെ കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. അതും ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഫ്രം പാർട്ണർഷിപ്പ് ആണ്. അപ്പം ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സും പാർട്ണർഷിപ്പിൽ നിന്ന് എങ്ങനെയാണ് കമ്പനി ഡിഫറെന്റ് ആവുന്നതെന്ന് ഉള്ളതാണ്. In separate property, company is having right to acquire land and acquire and transfer properties on its own name. പിന്നെ കോമൺ സീൽ, കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കോമൺ സീൽ കാണും. വേറെ ഏതെങ്കിലും ഒരു നമ്മുടെ ഓർഗനൈസേഷൻ, വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എൻറ്റിറ്റിക്ക് ഇങ്ങനെ കോമൺ സീൽ എന്നൊരു ഫീച്ചർ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, LLP ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, അവിടെ ഒന്നും ഇല്ലാത്തൊരു ഫീച്ചറാണ് കോമൺ സീൽ. കമ്പനിയുടെ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്ത് അഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഒരു സിഗ്നേച്ചർ വരാൻ വേണ്ടിയിട്ട് അവിടെ കോമൺ സീൽ ഉപയോഗിക്കും. ഇനി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസ് നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ബൈ ചെയ്യാൻ പറ്റും, സെൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചർ എന്തുകൊണ്ട് കമ്പനിക്ക് ഉണ്ട്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, നമുക്ക് ഷെയർസ് ബൈ ചെയ്യാൻ പറ്റും, സെൽ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. Capacity to sue and be sued. Being a separate legal identity, the company is having capacity to sue others and can be sued by others. കമ്പനിക്ക് എതിരെ ഇപ്പം സ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അത് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ പാർട്ണർഷിപ്പിലൊന്നും അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് കമ്പനിയെ വേറെ എൻറ്റിറ്റീസ് നിന്ന്, അത് വേറെ ഓർഗനൈസേഷനിൽ നിന്ന്, അതായത് പാർട്ണർഷിപ്പിൽ നിന്നും, ലിമിറ്റഡ് ലയബിലിറ്റി, LLPയിൽ നിന്നും, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്നൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. മനസ്സിലായോ? ആരും വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ. മനസ്സിലായോ ഫീച്ചേഴ്സ്? യെസ് മാം. യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ഡയറക്ടേഴ്സിലോട്ട് മൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഡയറക്ടേഴ്സ് നോക്കിയിട്ട് നമുക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നോക്കാൻ സമയമുണ്ടെങ്കിൽ നോക്കാം. എല്ലാവരും ഏത് 2016 സിലബസ് ആണോ അതോ 22 ആണോ? ഏത് സിലബസാ? 2016. 16. ഡയറക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പേജിലായിരുന്നു? 397. ഇത് ഈ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണോ? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞ പോലെ കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് മിണ്ടാനും അങ്ങനെ പ്രവർത്തിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ കമ്പനിയുടെ നെയിമിൽ കമ്പനിക്ക് വേണ്ടി എല്ലാ ഡിസിഷനും എടുക്കാൻ, അവരുടെ അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വേണം. അതാണ് ഡയറക്ടേഴ്സ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ബോർഡിനെ എലക്ട് ചെയ്യുന്നത്. ബോർഡിനെ എങ്ങനെയാണ്? ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനീസിനൊക്കെ എന്തോരം ഷെയർ ഹോൾഡേഴ്സ് കാണും. അവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മൾ എന്തായാലും ഡയറക്ടേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിക്ക് വേണ്ടി, കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതാണ് ഡയറക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. അതിനുവേണ്ടിയാണ് നമ്മൾ ബോർഡിനെ എലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട്. അപ്പോ ഡയറക്ടർ ആസ് എ ഡയറക്ടർ അപ്പോയിന്റഡ് ടു ദ ബോർഡ് ഓഫ് കമ്പനി. ഡയറക്ടർ കളക്റ്റീവ് ബോഡി ഓഫ്, എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്റ്റീവ് ബോഡി ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി സെക്ഷൻ 149 ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 149 ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇതൊക്കെ പറയുന്നത്. ഇനി നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, പിന്നെ OPC. അത് 3 കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻലി എത്രയാണ് മിനിമം ലിമിറ്റ് വേണ്ടതെന്ന് പറഞ്ഞ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ പ്രൈവറ്റ് കമ്പനി പറയാവോ ആരെങ്കിലും? മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ പ്രൈവറ്റ് കമ്പനി പറയാമോ? ആരും പറയില്ല? 2 അല്ലേ?
2. In case of public company ആണെങ്കിലോ 3. 3. OPC ആണെങ്കിൽ 1. 1. അപ്പൊ അങ്ങനെ 1, 2, 3 എന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ് വേണം മിനിമം, പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ഡയറക്ടേഴ്സ് വേണം, OPC ആണെങ്കിൽ 1 ഡയറക്ടർ ആണ് നമ്മുടെ ആക്ട് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പിന്നെ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, OPC, അത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സോ? പ്രൈവറ്റ് കമ്പനി 200 അല്ലേ? ഡയറക്ടേഴ്സ് ആ 15. മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അതിന് ഏത് കമ്പനി ആണെങ്കിലും 15. ഇനിയും അപ്പൊ കമ്പനിക്ക് കൂടുതൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇൻ കേസ് ഓഫ് എന്താ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കമ്പനിക്ക് 15 കൂടുതൽ ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മിനിമം നമ്പറും മാക്സിമം നമ്പറും ഇമ്പോർട്ടന്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാം. ഇനി ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് തന്നെ കുറെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഡയറക്ടേഴ്സിന് മാൻഡറ്ററി ആയിട്ട് നമ്മുടെ ബോർഡിൽ ഉണ്ടാവണം എന്നൊക്കെ. ഇനി അതൊക്കെയാ വരുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വിമൻ ഡയറക്ടർ. എന്താണ്? സെക്ഷൻ 149(1) ആണ് പറയുന്നത്. Read with Rule 3 of Companies Act provides that following class of company shall appoint at least 1 women director. ഏതൊക്കെ? listed company, public company having paid up share capital 100 crores or more, a turnover of 300 crores or more ആണെങ്കിൽ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടർ ഉണ്ടാവണം ബോർഡിൽ. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crores or more, അല്ലെങ്കിൽ ടേൺ ഓവർ 300 crores or more. ഇനി ലിസ്റ്റഡ് കമ്പനിയും പബ്ലിക് കമ്പനിയുടെ കാര്യമേ പറയുന്നുള്ളൂ, പ്രൈവറ്റ് കമ്പനിയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് പബ്ലിക്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനീസ് ആണെങ്കിലാണ് ബോർഡിൽ മാൻഡറ്ററി ആയിട്ട് വിമൻ ഡയറക്ടർ വേണ്ടത്. ഇനിയും ടേൺ ഓവറും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഒക്കെ എന്ത് വെച്ചാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡേറ്റ് ഓഫ് ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. അതിനകത്തെ ടേൺ ഓവറും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ആയിരിക്കും നോക്കേണ്ടത്. ഈ ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ വിമൻ ഡയറക്ടർ മാൻഡറ്ററി ആയിട്ടും ഉണ്ടാവണം. പിന്നെ ഇനി intermittent vacancy of women director shall be filled up by the board at the earliest but not later than immediate next board meeting or 3 months from the date of such vacancy, whichever is later ആണ്. നാളെ സാധാരണ നമ്മൾ ഈ എല്ലാത്തിന്റെ ഇങ്ങനെ ടൈം ലിമിറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഏർലിയർ ആ. ഇവിടെ മാത്രം എന്താ ലേറ്റർ? ആർക്കെങ്കിലും പറയാമോ? Vacancy of a women director shall be filled not later than in the immediate next board meeting or 3 months from the date of such vacancy, whichever is later. എന്താ അങ്ങനെയെന്ന് പറയാമോ? അറിയോ? ഇപ്പൊ നാളെ നമ്മൾ ഓൾറെഡി ബോർഡ് മീറ്റിംഗിന്റെ ഒക്കെ ഡേറ്റ് ഫിക്സ് ചെയ്തു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കാം. നാളെയാന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഒരു വിമൻ ഡയറക്ടർ മരിച്ചുപോയി. അപ്പം പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് വിമൻ ഡയറക്ടർ ആക്കാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്ന് ആളെ റെഡിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ നാളെ ആവാം. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ വിച്ചെവർ ഈസ് ലേറ്റർ എന്ന് ഉള്ള ലിമിറ്റ് തന്നിരിക്കുന്നത്. Okay. So any intermittent vacancy of women director shall be filled by the board at the earliest but not later than immediate next board meeting or 3 months from the date of such vacancy, whichever is later. അത് ഓർക്കണം. സാധാരണ എല്ലാം whichever is earlier ആണ് നമ്മുടെ ടൈം ലിമിറ്റ് ഒക്കെ പറയുന്നത്. ഇവിടെ മാത്രം whichever is later ആണ്. പിന്നെ ലിമിറ്റ് ഓർത്തിരിക്കുക. ലിസ്റ്റഡ് കമ്പനിയും പബ്ലിക് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. പബ്ലിക് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 100 crores or more അല്ലെങ്കിൽ ടേൺ ഓവർ ഓഫ് 300 crores or more. അപ്പൊ അത്രയാണ് വിമൻ ഡയറക്ടേഴ്സിന്റെ കാര്യം. ഇനിയും 6 months ഫ്രോം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ് വിമൻ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. വിമൻ ഡയറക്ടറിനെ പോലെ തന്നെ മാൻഡറ്ററി ആയിട്ട് പറയുന്ന വേറൊരു ഇതാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതായത് അൺബയസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പനിയുടെ
കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഡിസിഷൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബയസ്ഡ് ആവാം. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ ഉണ്ടാവണം എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ലിസ്റ്റഡ് കമ്പനിയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതായത് പബ്ലിക്കിന്റെ സ്റ്റേക്ക് കൂടുതലായിട്ടുള്ള കമ്പനീസിലാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. എവരി ലിസ്റ്റഡ് കമ്പനി ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. 5 പേരുണ്ടെങ്കിൽ 5ന്റെ 1/3. 1/3 ഓഫ് 5 എത്രയാ? 2 പേരെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവണം അവിടെ. Any fraction contains rounded off as 1 in case of board of directors of 10 ആണെങ്കിൽ 10/3, 3.1 അങ്ങനെയാണെങ്കിൽ 4. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 10 പേരാണ് ഉണ്ടെങ്കിൽ 4 പേരെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇനി ഇതിനകത്ത് നമ്മുടെ വിമൻ ഡയറക്ടർ എങ്ങനെയായിരുന്നു? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crores or more ആയിരുന്നു. ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്നറിയോ? 10 crores or more. Public companies having paid up capital of 10 crores or more, or public companies having turnover of 100 crores or more. Paid up capital ആണെങ്കിൽ 10 crore, turnover ആണെങ്കിൽ 100 crore. Or public companies having aggregate outstanding loans, debentures, deposits exceeding 50 crores. ഇതാണ് ലിമിറ്റ് പറയുന്നത്. അതായത് വിമൻ ഡയറക്ടറിനെ അപ്പോയിന്റ് നോക്കാം. അതിനേക്കാളും മുന്നേ ഇപ്പൊ ടേൺ ഓവർ 100 crore, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 crores ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടേൺ ഓവർ 100 crores ക്രോസ് ചെയ്താൽ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ മറ്റേ വിമൻ ഡയറക്ടറിലാണെങ്കിലോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crore ആകുമ്പോഴത്തേക്കും മതി, അല്ലെങ്കിൽ ടേൺ ഓവർ 300 crore ആവും. അതിന് മുന്നേ തന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് അവിടെ ഉണ്ടാവണം. കാരണം പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് കൂടുതലായിട്ടുള്ള കമ്പനീസിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം. അപ്പം ലിമിറ്റ് ഒക്കെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആരെയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്? Independent director, as defined as section 149(6) of the Act, is as a director other than a managing director or a all-time director or a nominee director, who in the opinion of board is a person of integrity and possesses relevant expertise and experience. ഈ ഫീൽഡിലൊക്കെ അത്യാവശ്യം നോളേജ് ഉള്ള ആളായിരിക്കണം. പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി ആയിരിക്കണം, റെലവന്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് പുതിയതായിട്ട് വഴിയിൽ പിടിച്ചുകൊണ്ട് വന്ന ആളെയൊന്നും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഒരു അത്യാവശ്യം ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഏത് ഫീൽഡിലാണോ കമ്പനി വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ അത്യാവശ്യം നോളേജ് ഉള്ള ആള് തന്നെ ആയിരിക്കണം. He shall not be related to the promoter. He shall not be a promoter of the company, its holding company, subsidiary company, associate company. അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാല്, സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാല്, അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാല് എല്ലാം റിലേറ്റഡ് പേഴ്സൺ ഓഫ് എ കമ്പനിയാണ് അല്ലെ. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനി എൻറ്റിറ്റീസ് ആണ്. അപ്പൊ അവിടുത്തെ പ്രൊമോട്ടർ ആവാൻ പാടില്ല. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പീപ്പിൾ ഉള്ള ആൾക്കാരാണ് ഈ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹി ഷാൽ നോട്ട് ബി എ പ്രൊമോട്ടർ ഓഫ് എ കമ്പനി ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി ഓർ അസോസിയേറ്റ് കമ്പനി. He shall not be related to the promoters or directors of a company, its holding company, subsidiary company or associate company. Promoter ആവാൻ പാടില്ല, ഇനി related to the promoters ആവാൻ പാടില്ല. അടുത്താണെങ്കിലോ, he shall not have any pecuniary relationship other than remuneration as a director or having a transaction not exceeding 10% of his total income or such amount as may be prescribed with the company, its holding company, subsidiary company, associate company. ഏത് ഇത് വന്നാലും അതിന്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി, ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി അങ്ങനെ വരും. ഇനി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്യൂണറി റിലേഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ്, മോണിറ്ററി ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതർ ദാൻ റെമ്യൂണറേഷൻ. എന്തായാലും ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ കിട്ടും, അതല്ലാതെ വേറെ മോണിറ്ററി ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ആളുടെ, ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ആളുടെ ടോട്ടൽ ഇൻകത്തിന്റെ 10% കൂടാൻ പാടില്ല ഈ കിട്ടുന്ന ഇൻകം. ഇനി വേറെ എന്തെങ്കിലും ചെറിയ ട്രാൻസാക്ഷൻ, ഇപ്പം സിറ്റിംഗ് ഫീസ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ, എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ തന്നെ ടോട്ടൽ ഈ ഡയറക്ടറിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ 10% കൂടുതൽ ആവാൻ പാടില്ല ആ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതല്ലാതെ ഇനി അടുത്ത വേറെ എങ്ങനെ, നൺ ഓഫ് ഹൂസ് റിലേറ്റീവ്സ്. ഇനിയും അതല്ല, ഇതെല്ലാം ആളുടെ കാര്യം തന്നെ പറഞ്ഞത്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളുടെ റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. എന്ത് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, ഇസ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി ഡ്യൂറിംഗ് ദ 2 immediately preceding financial years or during the current financial year. അതായത് ആളുടെ റിലേറ്റീവ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളുടെ റിലേറ്റീവിന് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയിൽ, സബ്സിഡറി കമ്പനിയിൽ, അസോസിയേറ്റ് കമ്പനിയിൽ ഷെയർസ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. In the during the 2 immediately preceding financial years or during the current financial year ഉണ്ടാവാൻ പാടില്ല എന്ന് ആദ്യം പറയുന്നു. ഇനി അതിനൊരു പ്രൊവിസോയും കൂടെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അഥവാ ഇനി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷെയർസ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂ നോട്ട് എക്സീഡിങ് 50 lakh 50 lakh rupees വരെ നമ്മൾ അതിന് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 50 lakhs വരെ ഹോൾഡ് ചെയ്യാം. 50 lakh rupees. So 2% of the paid share capital of the company or its holding company, subsidiary company, associate company or such other sum as may be prescribed. അപ്പം റിലേറ്റീവ്സ് ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഹോൾഡ് ചെയ്താൽ തന്നെ 50 lakhs അതിന് ലിമിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 2% of the total paid up capital whichever is higher. ഇനിയും ആ റിലേറ്റീവ്സിന് ഇൻഡക്റ്റഡ് ടു ദ കമ്പനി ആവാൻ പാടില്ല. കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി or their promoters or directors in excess of such amount as may be prescribed during the ഇവിടെ എല്ലാം two immediately to preceding years അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഈ 4 കണ്ടീഷൻസിനകത്തും വരുന്നത്. താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ലിമിറ്റ് കാണാൻ പറ്റും. ഈ പറയുന്ന 4 പോയിന്റ്സിൽ, അതായത് ഇൻഡക്റ്റഡ്നെസ്സും ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്, ഇനി അടുത്ത ഗ്യാരണ്ടി വരുന്നത്, ഗ്യാരണ്ടി ആണെങ്കിലും ഇനി അടുത്ത പെക്യൂണറി ട്രാൻസാക്ഷൻ എല്ലാം എത്രയാ പറയുന്നത്, ഇമ്മീഡിയറ്റ്ലി ടു പ്രിസൈഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ കാര്യമാണ് പറയുന്നത്. Indebted to the company, its holding company, subsidiary company, associate company, promoters or directors in excess of such amount as may be prescribed during 2 immediately preceding financial year or during the current financial year. അതായത് ലോൺ, അങ്ങനത്തെ ലോൺ ട്രാൻസാക്ഷൻസ്, എന്തെങ്കിലും ഒരു ഇൻഡക്റ്റഡ്നെസ് കമ്പനി ആയിട്ടുണ്ട്. ആർക്ക് ഉണ്ടെന്ന ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളുടെ റിലേറ്റീവ് നമ്മുടെ കമ്പനിയായിട്ട് ഇൻഡക്റ്റഡ് ആവാൻ പാടില്ല. 2 immediately preceding financial years അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഇനി നമ്മൾ ഡയറക്ടറായിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആള്, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളുടെ റിലേറ്റീവ് he should not have given a guarantee or provided any security in connection with the indebtedness of ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആള് നമ്മുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന്, സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് എന്തോ ഇൻഡebtedness ഉണ്ട്, എന്തോ കടമുണ്ട്. ആ ആള് തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് നമ്മുടെ റിലേറ്റീവ് നിൽപ്പില്ല. അതായത് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി, ഷുവറിറ്റി കൊടുത്തിട്ടില്ല. ഒരു തേർഡ് പേഴ്സൺ ഇൻഡക്റ്റഡ് ആണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് എങ്കിൽ ആൾക്ക് പകരമായിട്ട് നമ്മൾ ഷുവറിറ്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി നിന്നിട്ടില്ല എന്നുള്ളതാണ് തേർഡ് ഇത് പറയുന്നത്. has given a guarantee or provided any security in connection with the indebtedness of any third person to the company, its holding company, subsidiary company, associate company or their promoters or directors of such holding company. എത്ര ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞതിന് 2 immediately preceding financial year അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അത്രയാ പറയുന്നത്. ഇനി has any pecuniary transaction or relationship with the company or its subsidiary, its holding company, associate company amounting to 2% or more of its gross turnover in the income singly or combination with the transaction. അതായത് വേറെ മോണിറ്ററി ട്രാൻസാക്ഷൻ ഒന്നുമില്ല. 2% or നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവറിന്റെ 2% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് അത്ര എമൗണ്ട് വരുന്നതിലായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല നമ്മുടെ റിലേറ്റീവിന്. വേറെ എന്താ വെച്ചാൽ ട്രാൻസാക്ഷൻ, മോണിറ്ററി ട്രാൻസാക്ഷൻ അങ്ങനെ നമ്മുടെ റിലേറ്റീവ് കമ്പനിയായിട്ട് നടന്നിട്ടില്ല. എത്ര ലിമിറ്റ് പറയുന്നത് 2% ഓഫ് ടേൺ ഓവർ ഓഫ് കമ്പനി ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി ആയിരിക്കണം, എക്സ്പെർട്ടൈസ് ഉണ്ടാവണം, പ്രൊമോട്ടർ ആവാൻ പാടില്ല. ഇനി നമ്മുടെ പ്രൊമോട്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാവാൻ പാടില്ല. ഇനി എന്തെങ്കിലും മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നിട്ടുണ്ടാവാൻ പാടില്ല. ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ റിലേറ്റീവിന് നമ്മുടെ കമ്പനിയായിട്ട് ബന്ധമില്ല. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാ? റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, പറയോ ആരൊക്കെയാ റിലേറ്റീവ്സ്? സ്പൗസ് വരും. പറയാമോ ആർക്കെങ്കിലും റിലേറ്റീവിന്റെ ഡെഫിനിഷൻ? ചോദിക്കട്ടെ ഞാൻ ആരോടെങ്കിലും. അപ്പൊ ഈ റിലേറ്റീവിന്റെ ഇൻകം ടാക്സ് ആക്ടും കമ്പനീസ് ആക്ടും ഒക്കെ റിലേറ്റീവിന്റെ ഡെഫിനിഷൻ തരുന്നുണ്ട്. അപ്പൊ ആ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൗസ്, ഇമ്മീഡിയറ്റ്, പിന്നെ നമ്മുടെ പേരൻസ്,
ഇനി അങ്ങനെ കുറെ ഇത് പറയുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടും ഈ കമ്പനിക്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ചിലരൊക്കെ സ്പൗസിന്റെ പേരിലൊക്കെ ഈ ടാക്സ് ഒക്കെ ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തും. അപ്പൊ അങ്ങനത്തെ ഒന്നും നടത്താൻ പാടില്ല. നമ്മുടെ റിലേറ്റീവ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ റിലേറ്റീവും കമ്പനിയുമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഇൻഡക്റ്റഡ് ആവാൻ പാടില്ല, ഷുവറിറ്റി കൊടുക്കാൻ പാടില്ല, അത് വേറെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഇനി he or his relatives, neither he or his relatives holds or has held in position of key managerial person or has been an employee of company, holding company, associate company in any of the 3 financial years immediately preceding financial years. അതായത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആളോ ആളുടെ റിലേറ്റീവ്സോ കീ മാനേജറൽ പൊസിഷൻ ഒന്നും നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് കമ്പനിയിൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇനി കീ മാനേജറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ പറയാമോ? കീ മാനേജറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മറിയ അവിടെ ഉണ്ടോ? സിഇഒ. സിഇഒ വരും, പിന്നെ ഓൾ ടൈം ഡയറക്ടർ വരും, CFO വരും, കമ്പനി സെക്രട്ടറി വരും. അപ്പൊ അങ്ങനത്തെ ആളുകള് അങ്ങനത്തെ പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ആര്? ഈ നമ്മളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആള് അല്ലെങ്കിൽ ആളുടെ റിലേറ്റീവ്സ്. എംപ്ലോയി ആവാനും പാടില്ല. He or holds or has held the position of key managerial person or has been an employee of a company or its holding company, subsidiary company, associate company in any of the 3 immediately preceding financial years. Ini is or has been an employee or proprietor or partner in any of the 3 immediate years preceding financial year in which he has proposed to be appointed of. അതായത് നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫേം ഉണ്ടാവും, അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടിങ് ഒക്കെ നടത്തുന്ന ഒരു ഫേം. അങ്ങനത്തെ ഫേംസിലൊക്കെ അങ്ങനത്തെ എന്റിറ്റീസുമായിട്ടും ബന്ധമുള്ള അവിടുത്തെ എംപ്ലോയി അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ആവാൻ പാടില്ല. നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റ് ഫേമിലെ പാർട്ട്ണർ, പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഓണർ ഒന്നും ആവാൻ പാടില്ല. എന്താ ഈ നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആള് അല്ലെങ്കിൽ ഹിസ് റിലേറ്റീവ്സ്. Neither he or any of his relatives has been an employee or proprietor or partner in any of the 3 immediately preceding financial years of firm of auditors of company, അല്ലെങ്കിൽ company secretary, അല്ലെങ്കിൽ any legal or consulting firm. Amounting to 10% or more of the gross turnover of the firm. അതായത് ഇപ്പൊ ആ ലീഗൽ ഫേം അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫേമിന്റെ ടേൺ ഓവർ നോക്കി കഴിയുമ്പോഴത്തെ അവിടെ 10% കൂടുതൽ ഇൻകം ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ അർത്ഥം സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ ആ കമ്പനി, ആ ഫേമുമായിട്ട്. അപ്പൊ ആ കമ്പനിയിലെ എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് ഇങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ഓർ ഹിസ് റിലേറ്റീവ്സ് ഓഡിറ്റ് ഫേമിലെ അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടിങ് ഫേം, നമ്മുടെ ലീഗൽ കാര്യങ്ങൾ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഫേമിലെ എംപ്ലോയി ആവാൻ പാടില്ല, പ്രൊപ്പറേറ്റർ ആവാൻ പാടില്ല, പാർട്ട്ണർ ആവാൻ പാടില്ല. ഇനി holds together with his relatives 2% or more of its total voting power of company. ഇനി നമ്മുടെ കമ്പനിയുടെ വോട്ടിംഗ് പവറിൽ 2% or more, നമ്മൾ അത്രയും ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവാൻ പാടില്ല എന്ന് റിലേറ്റീവ് ടുഗദർ വിത്ത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആള് 2% or more ഓഫ് ആളുടെ വോട്ടിംഗ് പവർ നോക്കുമ്പോഴത്തേക്ക് 2% or more ഉണ്ടാവാൻ പാടില്ല. ഇനി is a chief executive or director of any non-profit organization that receives 25% or more of the receipts from the company or any of its promoters, directors, holding companies, subsidiary, associate company, or that holds 2% more of total voting power of the company. അതായത് നമ്മുടെ കമ്പനി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, ട്രസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ 25% or more amount of money, more ഡൊണേഷൻ ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ കമ്പനി ആണെന്നിരിക്കട്ടെ. അവിടുത്തെ ആ ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡയറക്ടർ ഒന്നും നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റില്ല. അപ്പം he or any of his relatives is a chief executive or director of any profit organization that receives 25% or more of receipts from the company
or any of its promoter, അവിടുത്തെ promoters, directors, directors, trust, അതിന്റെ promoters അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒന്നും നമ്മുടെ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പാടില്ല. അപ്പൊ 25% ഓർ മോർ ഓഫ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി എമൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വരുന്നതെങ്കിൽ ഡിസിഷൻസ് ഒക്കെ ചിലപ്പോൾ ബയസ്ഡ് ആയി പോവാം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾക്കൊന്നും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പാടില്ല. Or who possesses such other qualification as may be prescribed. അതെന്തൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? he should possess appropriate skills, experience, knowledge in one or more fields of law, finance, management, marketing, administration. ഈ ഫീൽഡിലൊക്കെ അത്യാവശ്യം നോളജ് ഉള്ള ആളായിരിക്കണം. പിന്നെ further provides the independent director shall not be entitled to any stock option. He may receive remuneration by way of sitting fees and a reimbursement of expenses for participation in board and other board meetings. Profit-related commission as may be approved by the members. And independent director shall hold of. അപ്പം വേറെ ക്വാളിഫിക്കേഷൻസ് ഷാൽ possess. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആർക്കൊക്കെ ആവാം എന്നുള്ളത്. ആദ്യം പറഞ്ഞു ഇന്റഗ്രിറ്റി ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാവണം. പിന്നെ റിലേറ്റീവ് ഒന്നും ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ കീ മാനേജർ പൊസിഷൻ ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി അടുത്ത പൊസസ് സച്ച് അതർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സച്ച് അതർ ക്വാളിഫിക്കേഷൻ ഒക്കെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്കില്ലൊക്കെ ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, നോളേജ് ഇൻ ദ ഫീൽഡ് ഓഫ് ലോ, ഫിനാൻസ്, ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സ്റ്റോക്ക് ഓപ്ഷൻ. അതായത് എംപ്ലോയീസ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയി ഓഫ് കമ്പനി അല്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അതുപോലത്തെ കാര്യങ്ങളൊന്നും എൻറ്റൈറ്റിൽഡ് അല്ല. റെമ്യൂണറേഷൻ കിട്ടും, സിറ്റിംഗ് ഫീസ് കിട്ടും, പിന്നെ എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ റീഇംബേഴ്സ്മെന്റ് കിട്ടും. പിന്നെ 5 വർഷം വരെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൽ ഹോൾഡ് ഓഫീസ് അപ് ടു എ ടേം ഓഫ് 5 years on the board of a company. He shall be eligible for reappointment passing a special resolution. Board shall disclose the same. No independent shall hold office for 2 consecutive years. കൂടുതൽ പറ്റില്ല. 5 വർഷത്തേക്കാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി അത് തന്നെ 2 തവണ റീഅപ്പോയിന്റ്മെന്റിന് പറ്റും, പക്ഷെ 2 ടേമിക്കുള്ളിൽ പറ്റില്ല. ഹോൾഡ് ഓഫീസ് ഫോർ not more than 2 consecutive years. He shall be eligible for reappointment after expiration of 3 years from the season to be independent director. Independent director ആയി പിന്നെ റിട്ടയർ അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പിന്നത്തെ റീഅപ്പോയിന്റ്മെന്റ് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് who can become an independent directors എന്നുള്ളതിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കൂ. ഒരു 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു വായിച്ചു നോക്കണേ. ഞാനൊന്ന് അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം.
നോക്കിയോ? സോന അവിടെ ഉണ്ടോ? സോന ഉണ്ടോ? സോന മിണ്ടുന്നില്ല. വേറെ ആരുണ്ടോ? ഷാ അവിടെ ഉണ്ടോ? ഷായോ അവിടെ ഇല്ല. മറിയ മറിയ അവിടെ ഉണ്ടോ? മറിയ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ? മറിയ അവിടെ ഉണ്ടോ? ആരും അവിടെ ഇല്ല. ഉണ്ട് മിസ്സേ. വിമൻ ഡയറക്ടർ ഏതൊക്കെ കമ്പനീസിലാ വേണ്ടതെന്ന് പറയാം. Listed company, other public company having paid up share capital 100 crore or more, or turnover 300 crore or more. 300 crore or more. Okay. ഇൻഡിപെൻഡന്റ് ഡയറക്ടറോ? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മറിയ പറയണ്ട. സമാൻ പറയോ? പറയോ? ആരും അവിടെ ഇല്ല, മറിയ മാത്രമേ ഉള്ളൂ. ആൽഫിയ? പറയോ? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഏതൊക്കെ കമ്പനിയിലാണ് വേണ്ടത്? അതിന്റെ ടേൺ ഓവർ ലിമിറ്റ്, ഷെയർ ക്യാപിറ്റൽ ലിമിറ്റും കൂടെ ഒന്ന് പറയോ? Public companies having paid up capital 10 crore or more. Then ma'am, ഞാൻ just join ചെയ്തതേ ഉള്ളൂ. ടേൺ ഓവർ 100 crores or more. ടേൺ ഓവർ വിമൻ ഡയറക്ടറിന്റെ കേസിൽ പറയുമ്പോൾ 300 ആയിരുന്നു, ഇവിടെ വരുമ്പോ 100. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10ഉം അവിടെ 100ഉം. ഓക്കെ, ബാക്കി നോക്കാം. ഈ നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, subject to articles of association of a company, board may appoint any person as director nominated by any institution in pursuance of provisions of any law for the time being in force. അതായത് ഇപ്പൊ ഇത് നോമിനി ഡയറക്ടർ മീൻസ് ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു ഫിനാൻഷ്യൽ ബാങ്കിൽ നിന്ന് വലിയൊരു ലോൺ എടുത്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ അവര് നോമിനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് വരാം. അപ്പൊ അതാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ലോൺ റിലേറ്റഡ് കാര്യങ്ങൾ, അത്രയും വലിയ ലോൺ ഒക്കെ ആണെങ്കിൽ എന്താ, അവര് സജസ്റ്റ് ചെയ്യുന്ന ഒരാളെയും കൂടെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് നോമിനി ഡയറക്ടർ. നോമിനി ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻ കേസ് ഓഫ് ബാങ്കിലൊക്കെയാണ് അങ്ങനെ മിക്കവാറും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം അവർക്ക് അവരുടെ ആ ഇൻട്രസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി, ഒന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോമിനേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ നമ്മുടെ ബോർഡിൽ ഉണ്ടാവും. അപ്പൊ അതാണ് നോമിനി ഡയറക്ടർ. ഇനി മാനേജിംഗ് ഡയറക്ടർ നമുക്കറിയാം, MD അല്ലെ. ബൈ വെർച്യൂ ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഓർ എഗ്രിമെന്റ് വിത്ത് കമ്പനി, റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ഇറ്റ്സ് ജനറൽ മീറ്റിംഗ് or by its board of directors is entrusted with substantial powers of management of affairs of the company. അതായത് നമുക്കറിയാം MD എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ കമ്പനിയുടെ ഒരു ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി കാണുന്ന ആള്. He is entrusted with substantial powers of management of affairs of company. ഇനി ഓൾ ടൈം ഡയറക്ടർ. ഓൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഓൾ ടൈം എംപ്ലോയ്മെന്റ്, അതായത് ഒരു നമ്മുടെ അവിടെ എംപ്ലോയിയെ പോലെ തന്നെ അവിടെ എപ്പോഴും ഉണ്ടാവുന്ന ഡയറക്ടർ. ഓൾ ടൈം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഒന്നും എപ്പോഴും ഉണ്ടാവത്തില്ല. സിറ്റിംഗ് എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ മാത്രമേ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവിടെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും ഓൾ ടൈം ഡയറക്ടർ. അപ്പം MD ഓൾ ടൈം ഡയറക്ടർ ഒക്കെ എപ്പോഴും കമ്പനിയുടെ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാവും. മറ്റേ ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ്സ് നടക്കുമ്പോഴൊക്കെ മാത്രം വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ഇലക്ടഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്. സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോമിനൽ വാല്യൂ നോട്ട് മോർ ദാൻ 20,000 or such other sum may be prescribed. ഇനി ലിസ്റ്റഡ് കമ്പനിയുടെ കേസിലാണ് സ്മോൾ ഡയറക്ടേഴ്സ് ഉള്ളത്. ലിസ്റ്റഡ് കമ്പനിക്ക് മാത്രമാണ് സ്മോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതുള്ളത്. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 വരെ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്തേക്കുന്നവരെയാണ് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ലിമിറ്റ്, ആ ഫിഗർ ഓർക്കണം. അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനിക്കാണ് വേണ്ടതെന്ന് ഓർക്കണം. ഇനി എങ്ങനെയാണ്
ലിസ്റ്റഡ് കമ്പനി സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നോട്ടീസ് വേണം. മേ അപ്പോൺ നോട്ടീസ് ഓഫ് നോട്ട് ലെസ് ദാൻ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഓർ 1/10 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സച്ച് ഷെയർ ഹോൾഡേഴ്സ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പൊ ഒന്നെങ്കിൽ 1000 ഷെയർ ഹോൾഡേഴ്സ്, ഇനി ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ 1/10 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ സച്ച് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ 1/10 അല്ലെങ്കിൽ 1000 ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എന്നിട്ട് അവർക്കിടയിൽ തന്നെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ എലക്ട് ചെയ്യും. ഇനി അത് ഷാൽ നോട്ട് ബി ലയബിൾ ടു റിട്ടയർ ബൈ റൊട്ടേഷൻ. ബാക്കി എല്ലാ ഡയറക്ടേഴ്സും അല്ല നോർമൽ ഡയറക്ടേഴ്സ് ഒക്കെ റിട്ടയർമെന്റ് ബൈ റൊട്ടേഷൻ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കാണും. ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ അങ്ങനെ റിട്ടയർമെന്റ് ബൈ റൊട്ടേഷൻ ഇല്ല. ടെനർ ഷാൽ നോട്ട് എക്സീഡ് എ പീരിയഡ് ഓഫ് 3 consecutive years or on the expiry of the tenure such director shall not be eligible for reappointment also. നമ്മള് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു റീഅപ്പോയിന്റ് ചെയ്യാമെന്ന്. പക്ഷെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ റീഅപ്പോയിന്റ്മെന്റ് ഒന്നും പറ്റില്ല. മോർ ദാൻ ഇനി സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനിയുടെ അങ്ങനത്തെ ഡയറക്ടർ ആവാൻ പറ്റുമോ? ഇല്ല. ഇനിയും person shall not hold the position of small shareholders director in more than 2 companies at the same time. A small shareholders director shall not, for a period of 3 years from the date on which he ceases to be hold such a director, appoint necessary ഡയറക്ട്ലി വരേണ്ടത്. അപ്പം ഇതൊക്കെ അതിനകത്ത് ഓർക്കണം. 20,000 എന്നുള്ള ലിമിറ്റ് ഓർക്കണം, അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനി ഓർക്കണം. പിന്നെ എങ്ങനെയാണ് മേ അപ്പോൾ നോട്ടീസ് ഓഫ് ഒന്നെങ്കിൽ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ 1/10 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സച്ച് ഷെയർ ഹോൾഡേഴ്സ് വിച്ച് എവർ ഇസ് ലോവർ. അവർ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റീ അപ്പോയിന്റ്മെന്റ് ഇല്ല. ടെനറും 3 years കൂടാൻ പാടില്ല. Tenure shall not exceed a period of 3 consecutive years and on the expiry of such tenure the such director shall not be eligible for reappointment. അപ്പം പിന്നെ വേറൊരു സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ എലക്ട് ചെയ്യും. ഓക്കെ. ഇനി ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷന്റെ സമയത്ത് ആരൊക്കെ കൂടിയാണോ കമ്പനി ഇൻകോർപ്പറേഷനിലൊക്കെ പാർട്ടായിട്ടുള്ളത് അവരൊക്കെ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ്. വേർ നോ പ്രൊവിഷൻസ് ഇസ് മെയ്ഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം ഹു ആർ ഇൻഡിവിജ്വൽസ് ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി അണ്ടിൽ ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിന്റഡ്. ഫസ്റ്റ് AGM ഒക്കെ നടക്കുന്നതിന് മുന്നേ ഈ ആദ്യ ഇൻകോർപ്പറേഷന്റെ സമയത്ത് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാൻഡം അവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഇനി അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ഇനി one person company and individual being a member deemed to be the first director. One person company നമുക്കറിയാം ഒരു പേഴ്സണേ ഉള്ളൂ, ആള് തന്നെയാണ് മെമ്പർ, ആളുടെ തന്നെ ഷെയർ ഹോൾഡർ. അവിടെ ഒരു ഫസ്റ്റ് ഡയറക്ടർ ഒരു ഡയറക്ടറിനെ കൂടെ എക്സ്ട്രാ അപ്പോയിന്റ് ചെയ്യാം. ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ ആള് തന്നെ ആയിരിക്കും ആ ഓഫീസിൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ ആര് തന്നെ ആയിരിക്കും ആ മെമ്പർ തന്നെ ആയിരിക്കും ഡയറക്ടറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു അതിന്റെ മീറ്റിംഗ് ഒക്കെ ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഫസ്റ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യും. ഇനി അഡീഷണൽ ഡയറക്ടർ. അഡീഷണൽ ഡയറക്ടർ. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി നമ്മൾ എലക്ട് ചെയ്ത് എല്ലാത്തിനും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, വിമൻ ഡയറക്ടർ ഒക്കെ എലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും അഡീഷണൽ ആയിട്ട് ഇനി ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് 1-2 ഡയറക്ടേഴ്സിനെ കൂടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതാണ് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് ഡയറക്ടർ മേ കൺഫർ ദ ബോർഡ് ആൻഡ് പവർ ടു അപ്പോയിന്റ് എനി പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഗെറ്റ് അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ ഇൻ ദ ജനറൽ മീറ്റിംഗ്. അതായത് ഇപ്പൊ നമ്മൾ ഡയറക്ടർ ആവാൻ യോഗ്യതയുള്ള ആള് തന്നെ ആയിരിക്കണം, അല്ലാതെ എന്നാൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റില്ല എന്നാൽ ഞാൻ അഡീഷണൽ ഡയറക്ടർ ആയിക്കോളാം, അങ്ങനല്ല. അപ്പൊ other than a person who fails to get appointed as director in the general meeting as additional director at any time, such director shall hold office up to a date of next annual general meeting or last date on which the annual general meeting should have been held, whichever is earlier. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉദ്ദേശിക്കുന്ന ദിവസം, സപ്പോസ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏത് ഡേറ്റിലോട്ടാണോ ഉദ്ദേശിച്ചിരുന്നത് അതുവരെ അഡീഷണൽ ഡയറക്ടർ ഓഫീസ് ഹോൾഡ് ചെയ്യും. അപ്പം അതർ ദാൻ എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഗെറ്റ് അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ഇൻ ദ ജനറൽ മീറ്റിംഗ്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഡയറക്ടർ ആവാൻ ക്വാളിഫൈഡ് തന്നെ ആയിട്ടുള്ള ആളായിരിക്കണം അഡീഷണൽ ഡയറക്ടർ. ഇനി
നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ. ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if so authorized by articles or by resolution passed by company in general meeting, appoint a person not being a person holding any alternate direction for any other director in the company or holding directorship in the same company to act as alternate director for a director during his absence for a period not less than 3 months from India. അപ്പൊ നമ്മുടെ ഒരു ഡയറക്ടർ, ആ ഡയറക്ടർ 3 മാസം, മിനിമം 3 മാസമെങ്കിലും നമ്മുടെ കമ്പനിയായിട്ട് ആൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിരിക്കട്ടെ, ആളിവിടെ ഇല്ല, ഇപ്പൊ 3 മാസമെങ്കിലും, 1-2 ദിവസത്തേക്കൊന്നും ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുറച്ച് പീരീഡ് വേണം, മിനിമം 3 മന്ത്സ് എങ്കിലും ആളിവിടെ ഇല്ലെങ്കിൽ ആളുടെ പ്ലേസിൽ വേറൊരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. ഇനി ആ ഓൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആള് വേറെ ആൾക്ക്, ഇപ്പൊ ഒരു ഡയറക്ടറിന് ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറെ പറ്റും, അല്ലാതെ ഒരുപാട് പേർക്ക് ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആവാൻ പറ്റത്തില്ല ഈ ഒരാൾക്ക്. പക്ഷേ ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടറിന് ഒരാളുടെ പ്രോക്സി ആയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ 2-3 പേർക്ക് കൂടി ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടർ അങ്ങനെ പറ്റില്ല. പിന്നെ ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് എലക്ട് ചെയ്തേക്കുന്ന ആള് നമ്മുടെ കമ്പനിയിൽ തന്നെ വേറെ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആളാവരുത്. അത് ഓൾട്ടർനേറ്റ് ഡയറക്ടറിന്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. may appoint a person not being a person holding alternate directorship for any other director in the company or holding directorship in the same company to act as an alternate director for a director during his absence for a period not less than 3 months from India. ഇത് ഓർത്ത് വെച്ചേക്കണം. ആ ലിമിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 3 months എങ്കിലും ഉണ്ടാവണം. അല്ലാതെ 1-2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കൊന്നും വേണ്ടി ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് shall be appointed by the company in the general meeting. Main requirement for appointment of director is that he has to obtain director identification number, DIN. അപ്പൊ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് DIN ഓൾറെഡി ഉണ്ടാവണം. അപ്പം ഒരു DIN ഇല്ലാത്ത ആളാണെങ്കിൽ ഓൾറെഡി DIN-ന് അപ്ലൈ ചെയ്ത് DIN ആയിട്ട് വേണം ഡയറക്ടർഷിപ്പിന് ഇത് ഡയറക്ടർ ആയിട്ട് എലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ DIN എവിടെ കിട്ടും? DIN MCA-ല് രജിസ്റ്റർ ചെയ്താൽ മതി. DIN റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കിട്ടും. അപ്പൊ ഫസ്റ്റ് DIN എടുക്കണം, അതിനുശേഷമായിട്ട് ഡയറക്ടർ ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. The person to be appointed as director shall furnish his DIN and declaration that he is not disqualified to become a director. Under that, the said person has to give his consent to act as the director in Form DIR2. ഇതും ഓർക്കണം. The said person has to give his consent to act as the director in Form DIR2. The company shall, within 30 days of appointment of director, file consent with the registrar in Form DIR12. ആദ്യം ഡയറക്ടർ DIN റെഡിയാക്കണം, അതിനുശേഷം ഡയറക്ടർ കൺസെന്റ് കൊടുക്കണം, കമ്പനിക്ക് എന്താ വെച്ചാൽ കൺസെന്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ കൊടുക്കണം ദാറ്റ് ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് എസ് എ ഡയറക്ടർ. കമ്പനിക്ക് ഡയറക്ടർ ആവാൻ വേണ്ടി എല്ലാ ക്വാളിഫിക്കേഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്വാളിഫൈഡ് അല്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏതിനകത്താണ് കൊടുക്കുന്നത്? DIR2-ലാണ് ഇത് കൊടുക്കുന്നത്. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ കമ്പനി വിത്തിൻ 30 days of appointment of director file such consent with registrar in Form DIR12. കമ്പനി പിന്നെ 30 days-നുള്ളിൽ രജിസ്ട്രാറുമായിട്ട് ഇത് കൺസെന്റ് ഫയൽ ചെയ്യും. അത് DIR12-ലാണ് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ DIR2-ഉം DIR12-ഉം ഓർത്തിരിക്കണം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് അതാണ് പറയുന്നത്. ഇതുവരെ പഠിപ്പിച്ചതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ 7 ആയില്ലേ, ഇനൊരു 5 minutes കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, ഒരു 5 minutes 10 minutes ബ്രേക്ക്. ഓക്കെ.
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് വരെ കണ്ടു. ഓക്കെ, ഇനി റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. Retirement of all directors of the articles unless articles provide for retirement of all directors at every annual general meeting. ഒന്ന് ആർട്ടിക്കിൾസ് പറയണം എല്ലാ ഡയറക്ടേഴ്സും ആനുവൽ ജനറൽ മീറ്റിംഗിൽ റിട്ടയർ ആവും, എന്നിട്ട് പുതിയ ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ not less than 2/3 of the total number of directors of a public company shall be persons whose period of office is liable to be determined by the retirement of directors by rotation and says otherwise be appointed in the general meeting. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മുടെ ഡയറക്ടേഴ്സ്, നമ്മുടെ ബോർഡിൽ 12 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അതിന്റെ 2/3 ഡയറക്ടേഴ്സും എല്ലാ ആനുവൽ ജനറൽ മീറ്റിംഗിലും റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. 2/3 of 12 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എത്രയാ? അത്രയും ഡയറക്ടേഴ്സ് എല്ലാ ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇപ്പൊ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിരിക്കുമ്പോൾ എത്രയാണോ നമ്മുടെ ബോർഡിൽ ഡയറക്ടേഴ്സ് ഉള്ളത് അതിന്റെ 2/3 ഇങ്ങനെ റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവരുടെ പ്ലേസിൽ ന്യൂ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. At the first annual general meeting of a company, of a public company held next after the date of annual general meeting, at which first directors are appointed at every subsequent annual general meeting, 1/3 of such directors for the time are liable to retire by rotation. First annual general meeting ആണെങ്കിലോ 1/3 of the directors റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ആനുവൽ ജനറൽ മീറ്റിംഗിൽ എത്രയാണോ നമ്മുടെ ഡയറക്ടേഴ്സ് അതിന്റെ 2/3 ഓഫ് ഡയറക്ടേഴ്സ് റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരുമ്പോഴത്തേക്ക് അടുത്ത 2/3 റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഷാൽ നമ്പർ നിയറസ്റ്റ് ടു ദ 1/3. അപ്പം മൾട്ടിപ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് നിയറസ്റ്റ് ഫിഗർ എത്രയാണോ അത്രയും ഡയറക്ടേഴ്സ് റിട്ടയർ ആവും. അതാണ് റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ലയബിൾ ടു ബി റിട്ടയർഡ് മേ ബി റീഅപ്പോയിന്റഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. No person or who is or has been a director of a company which has not filed the financial statements or annual returns for a continuous period of 3 financial years or has failed to repay the debts, deposits accepted by it or pay interest thereon or redeem the debentures on the due date or pay interest thereon and pay dividend declared and such failure to pay redeem continues for more than 1 year shall be eligible to be reappointed. അത് നമ്മുടെ ഡയറക്ടറിന്റെ ഡയറക്ടർഷിപ്പിന്റെ സമയത്ത് കമ്പനി ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല ഫോർ കണ്ടിന്യൂസ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്, അല്ലെങ്കിൽ ഡെറ്റ് ഒക്കെ തിരിച്ച് പേ ചെയ്തിട്ടില്ല, ഡിബഞ്ചേഴ്സ് റിഡേം ചെയ്തിട്ടില്ല, നമ്മുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടും അത് പേ ചെയ്തിട്ടില്ല, നമ്മുടെ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ ഈ ഡയറക്ടർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് പിന്നെ റീഅപ്പോയിന്റ്, അതായത് ആളത്ര എഫിഷ്യന്റ് അല്ലെന്നല്ല അതിന്റെ മീനിങ്. അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ പിന്നെ റീഅപ്പോയിന്റ് ചെയ്യില്ല. he shall know തന്നെ eligible to be reappointed as director of that company or appointed in any other company for a period of 5 years from the date on which the company fails to do so. അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ ആ കമ്പനിയിലും അപ്പോയിന്റ് ചെയ്യത്തില്ല, വേറെ ഒരു കമ്പനിയിലും അപ്പോയിന്റ് ചെയ്യത്തില്ല. എത്ര പീരീഡ്? 5 years from the date of such failure. അങ്ങനത്തെ ഫെയിലിയർ ഒക്കെ സംഭവിച്ചിട്ട് 5 വർഷം ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നോക്കാം. അതാണ് പറഞ്ഞേക്കുന്നത്.
ഓക്കെ, അതാണ് റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഡയറക്ടറിന് ആദ്യം തന്നെ ഡിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഡയറക്ടറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഇവർ ഇൻഡിവിജ്വൽ ഹു ഇന്റൻസ് ടു ബി അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഇൻ ഫോം DIR 3. അത് നോട്ട് ചെയ്യണം, DIR 3 ടു സെൻട്രൽ ഗവൺമെന്റ് ഫോർ അലോട്ട്മെന്റ് ഓഫ് ഡിൻ. ഡിന്നിന് എന്തൊക്കെ വേണം? ഫോട്ടോഗ്രാഫ് കൊടുക്കണം, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി കൊടുക്കണം, പ്രൂഫ് ഓഫ് റെസിഡൻസ് കൊടുക്കണം, ബോർഡ് റെസൊല്യൂഷൻ പ്രൊപ്പോസിംഗ് ഹിസ് അപ്പോയിന്റ്മെന്റ് ആസ് ഡയറക്ടർ ഇൻ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡയറക്ടർ അല്ലാതെ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ, ഇയാളെ നമുക്ക് ഡയറക്ടർ ആക്കാൻ താല്പര്യം ഉണ്ടെന്ന് ബോർഡ് പറയുന്ന അവരുടെ ഒരു റെസൊല്യൂഷൻ വേണം. സ്പെസിഫിൻ സിഗ്നേച്ചർ ഡ്യൂലി വെരിഫൈഡ്. ഇതെല്ലാം കൂടെ കൊണ്ട് MCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ആ പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് DIR 3 നമ്മൾ അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിയുമ്പോഴത്തേക്ക് ഡിൻ അലോട്ട് ചെയ്യും. ഡിൻ അലോട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഡയറക്ടർ ആക്കാൻ പറ്റുള്ളൂ. In disqualifications for appointment of director, അതായത് സെക്ഷൻ 164 ആണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. A person shall not be eligible for appointment of a director if എന്തൊക്കെ നേരത്തെ നമ്മൾ ആർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവുന്നൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ഇനി ആർക്കൊക്കെ പറ്റില്ല, ഡയറക്ടർ ആവാൻ പറ്റാത്ത ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ്സ് സോ ഡിക്ലെയർഡ് ബൈ കോമ്പീറ്റന്റ് ഔട്ട്. എന്തെങ്കിലും അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഹി ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അതായത് അൺഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസോൾവെന്റ് ആണെന്നുള്ള ആൾ ഇൻസോൾവെന്റ് ബാങ്ക്രപ്റ്റ് ആണെന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ടി കോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റി? കോർട്ട് പറഞ്ഞിട്ടില്ല, ഡെപ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് നിന്ന് ഫ്രീ ആക്കി വിട്ടിട്ടില്ല കോർട്ട്. അതുകൊണ്ടാണ് അൺഡിസ്ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കോർട്ട് ആ ഒരു ഇത് കൊടുത്തിട്ടില്ല, സാങ്ഷൻ കൊടുത്തിട്ടില്ല, ഇൻസോൾവെന്റ് ആണെന്നുള്ളൊരു ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ ഹി ഹാസ് അപ്ലൈഡ് ഫോർ ഇറ്റ്. But he is an undischarged insolvent, or he has applied to be adjudicated as an insolvent and his application is still pending. അതായത് ഇൻസോൾവെന്റ് ആണെന്നൊന്നും ഡിക്ലെയർ ആയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ട്. He has been convicted by a court of an offense whether involving moral turpitude. Moral turpitude എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലും കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രൈം ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ പറ്റില്ല. or otherwise sentenced to imprisonment for not less than 6 months and a period of 5 years has not elapsed from the date of such expiry of such sentence. If a person has been convicted of an offense and sentenced to imprisonment for a period of 7 years or more, he shall not be eligible to be appointed as director in any company. ഇനി an order disqualifying him for appointment as a director has been passed by കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട് he is disqualified to be appointed as a director. അങ്ങനെ ഒരാൾക്ക് പറ്റില്ല. He has not paid any calls in respect of any shares of a company held by him, whether alone or jointly as others. അതായത് നമ്മൾ ഏതൊക്കെ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കോൾസ് ഒന്നും പേ ചെയ്തിട്ടില്ല. വെച്ചാൽ ഷെയർ എമൗണ്ട് മൊത്തം പേ ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഷെയർ എമൗണ്ട് പേ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആണെങ്കിൽ ഇനിയും he has been convicted of an offense with dealing with related party transactions, or he has not obtained bill. അപ്പൊ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ he cannot be appointed as director. But this section 164 ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ section 164 ആണ് disqualifications for appointment of director തരുന്നത്. If he is of unsound mind, or if he is undischarged insolvent, he has applied to be adjudicated as insolvent, he has been convicted of court of an offense, or he is order disqualifying him for appointment as a director has been passed by court, he has not paid any calls, or he has been convicted of offense dealing with related party transaction, or if he has not obtained the deal, then he would be disqualified for appointment as director. Okay. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഡയറക്ടർ ആവാൻ പറ്റില്ല. ഇനി വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡയറക്ടർഷിപ്പിന് ഒരു വേക്കൻസി വന്നു. അത് എങ്ങനെയൊക്കെയാ വേക്കൻസി വരാൻ പറ്റുന്നത്? ഒന്ന്, ഇഫ് ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ്, ഓൾറെഡി അപ്പോയിന്റ് ചെയ്തു, പക്ഷെ അപ്പോയിന്റ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞത് ഹി വാസ് ഡിസ്ക്വാളിഫൈഡ്. അന്നേരം അറിഞ്ഞപ്പോൾ നമ്മൾ ആളെ പിടിച്ചു വിട്ടു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഓഫീസ് ഓഫ് ഡയറക്ടർ വേക്കന്റ് ആവുമല്ലോ. അപ്പൊ if he incurs any disqualifications as specified in section 164, അങ്ങനെയാവാം. or he absents himself from all meetings of a board of directors held during the period of 12 months without seeking leave of absence of board. അതായത്
ബോർഡ് മീറ്റിംഗ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി 1 year, അതായത് 12 months ഒന്നും ഒരു ബോർഡ് മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ലീവ് ഓഫ് ആബ്സെൻസ് ഒന്നും കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ കമ്പനിയായിട്ട് ഇന്റിമേറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ഒരു വിവരമില്ല ആളെ പറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ടർഷിപ്പ് ഡയറക്ടർഷിപ്പ് പിന്നെ ഇല്ല, വേക്കന്റ് ആവും ആ ഡയറക്ടർഷിപ്പ്. When he acts in contravention of provisions of section 184 relating to entering into contracts or arrangements which he is directly or indirectly interested. 184 പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, ആ സെക്ഷന് കോൺട്രാവെൻഷൻ ആയിട്ട്, അതായത് നമ്മൾ കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും പാലിക്കുന്നില്ല. ഇനി ഇഫ് ഹി ഫെയിൽസ് ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എനി കോൺട്രാക്ട് ഓർ അറേഞ്ച്മെന്റ് in which he is directly or indirectly interested, he becomes disqualified by an order of court or tribunal. He has been convicted of court of an offense whether involving moral turpitude. ആ ഡിസ്ക്വാളിഫിക്കേഷൻസിന് അത് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ, അതൊക്കെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് ഓഫ് ഡയറക്ടർ ബിക്കംസ് വേക്കന്റ്. ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നി ഈ ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 164, അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒക്കെ കേസിലാണ് മിക്കപ്പോഴും ഡയറക്ടർഷിപ്പ് വേക്കന്റ് ആവുന്നത്. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടു, വേക്കൻസി കണ്ടു. ഇനിയിപ്പം റെസിഗ്നേഷൻ, ഡയറക്ടറിന് അവിടെ തുടരാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിലോ he may resign from his office by giving a notice in writing to the company. Within 30 days of his resignation, forward to the registrar a copy of his resignation along with reasons. ആദ്യം കമ്പനിയോട് നോട്ടീസ് കൊടുത്ത് നമ്മൾ ഇന്റിമേറ്റ് ചെയ്തു, ഡയറക്ടർ ഇന്റിമേറ്റ് ചെയ്തു, ഓക്കെ ഐ എം ഗോയിങ് ടു റിസൈൻ ഫ്രം ദ ഓഫീസ് ഓഫ് ഡയറക്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 daysനുള്ളിൽ he has to forward to the registrar a copy of his resignation along with reasons of resignation, അതുപോലെ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ എല്ലാം കൂടി ചേർത്ത് ഫോം DIR 11 along with applicable fee നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കണം. ഫോറിൻ ഡയറക്ടർ മേ ഓതറൈസ് ഇൻ റൈറ്റിംഗ്, ഫോറിൻ ഡയറക്ടർ ആണെങ്കിലോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം, സൈൻ ഇൻ ഫോം DIR 11. ഇനി റെസിഡന്റ് ഡയറക്ടർ ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫോം DIR 11 ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ സൈനും കൂടെ വേണം. In board shall on receipt of such notice take notice of the same. Company shall intimate the registrar in form DIR 12. ഇനി കമ്പനി അത് രജിസ്റ്റർ ആദ്യം ഡയറക്ടർ രജിസ്ട്രാറിനോട് പറഞ്ഞു ഫോം DIR 11, ഇനി കമ്പനി രജിസ്ട്രാറിനോട് പറയും ഫോം DIR 12 from within 1 month from the date of receipt of such notice. The said information is to be posted in the website of company. പിന്നെ ഇനി ഈ ഡയറക്ടർ റിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗിൽ, ഫോളോയിങ് ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിനോട് നമ്മൾ പറയും. പിന്നെ the resignation shall take effect from the date on which the notice is received by the company or any date specified by the director. ഒന്നെങ്കിൽ എന്നാണോ നമുക്ക് നോട്ടീസ് കമ്പനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഡയറക്ടർ ഏതെങ്കിലും ഡേറ്റ് ഇന്ന് തൊട്ടാണ് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ ഡേറ്റ്, ഏത് ഡേറ്റ് ആണോ അതിനകത്ത് ലേറ്റർ അത് വേണം. Director who has resigned shall be liable even after the resignation for the offenses which he has occurred during the tenure. അതായത് കുറെ ഫ്രോഡ് കേസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടാണ് ഇയാൾ പോകുന്നതെങ്കിൽ എന്തായാലും he would be liable. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ റെസിഗ്നേഷൻ. അപ്പൊ ആദ്യം ഡയറക്ടർ കമ്പനി ഇന്റിമേറ്റ് ചെയ്യും, നോട്ടീസ് ഇൻ റൈറ്റിംഗ്. പിന്നെ എന്നിട്ട് 30 daysനുള്ളിൽ ഡയറക്ടർ രജിസ്ട്രാറിനോടും പറയും ഫോം DIR 11. ഇത് നോട്ടീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി രജിസ്ട്രാറിനോട് പറയും എങ്ങനെ, ഫോം DIR 12. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓഫൻസ് ഒക്കെ ആളുടെ ഡയറക്ടർഷിപ്പ് ആ ടേമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ he would be liable for all such acts. അതാണ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ. ഇനി സ്വന്തമായിട്ട് റിസൈൻ ചെയ്യുക, ഇനി അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. എപ്പോ if he contravene any company may remove any director by passing an ordinary resolution. Ordinary resolution മതി. Company cannot remove a director appointed by tribunal. ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്? A special notice of resolution shall be sent for a meeting in which the director is to be removed. Special notice തന്നെ വേണം. നോട്ട് ചെയ്യണം, സ്പെഷ്യൽ നോട്ടീസ് ആണ് കമ്പനിയുടെ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലേറ്റ് ചെയ്യേണ്ടത്. On receipt of notice of resolution to remove a director, company should send a copy to the director concerned. കമ്പനി ആദ്യം ഡയറക്ടറിന് അയക്കും, എന്നിട്ട് ഡയറക്ടർ whether he is a member or not, he is to be opportunity of being heard കൊടുക്കുക. എന്തൊക്കെ റീസൺ കാരണമാണ് ഈ ഡയറക്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്,
അങ്ങനെയാണ് ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാം. അതായത് എന്താ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും. പിന്നെ ദ ഡയറക്ടർ കൺസേൺ മേ മേക്ക് ഹിസ് റെപ്രസെന്റേഷൻ റൈറ്റിംഗ്. ഈ എന്തെങ്കിലും ആൾക്ക് നോട്ടീസ് കിട്ടിയിട്ട് ഓക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം കൊടുക്കും. കൺസേൺ ഷാൽ മേക്ക് ഹിസ് റെപ്രസെന്റേഷൻ ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. പിന്നെ ദ ഡയറക്ടർ മേ റിക്വസ്റ്റ് ദ കമ്പനി ടു സെൻഡ് ഹിസ് റെപ്രസെന്റേഷൻ ടു മെമ്പേഴ്സ് ഓഫ് കമ്പനി. If a company time permits, if it do so in any notice of resolution going to state the fact of representation have been made, send a copy of representation to every member of company to whom notice of meeting is sent, whether before or after receipt of representation of company. അതായത് എന്തെങ്കിലുമൊക്കെ ആൾ പറഞ്ഞിട്ട് എന്തെങ്കിലും റെപ്രസെന്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെമ്പേഴ്സിന് ഇടയ്ക്ക് സർക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ സ്പെഷ്യൽ നോട്ടീസ് ആണ് കൊടുക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും. പിന്നെ ഡയറക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ he can make his representation in writing to the company. ആണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. ഇനി രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറൽ പേഴ്സൺ. എവറി കമ്പനി ഈസ് ടു കീപ് എ രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറൽ പേഴ്സൺ. രജിസ്റ്റർഡ് ഓഫീസിൽ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കീ മാനേജറൽ പേഴ്സണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? ഡിൻ ഉണ്ടാവും, നെയിം ആൻഡ് സർ നെയിം, എനി ഫോമർ നെയിം ഓർ സർ നെയിം, പിന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സ്പൗസ് നെയിം, മാരീഡ് ആണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള രജിസ്റ്റർ. ആർക്ക് വേണമെങ്കിൽ എന്നല്ല, ആർക്കൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിനൊക്കെ ചെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. റിക്വസ്റ്റ് ഫീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ രജിസ്റ്റർ, നമുക്ക് നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർ ആരാന്ന് അറിയണം, അല്ലെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് അറിയണം, ആളുടെ നാഷണാലിറ്റി അറിയണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാൻ പറ്റും. ഓക്കുപേഷൻ, ഡേറ്റ് ഓഫ് ബോർഡ്, റെസൊല്യൂഷൻ, ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഇതെല്ലാം കാണുക രജിസ്റ്ററിലാണ്. In addition to the above details, company shall include details of securities held by them in the company. ഡയറക്ടേഴ്സിന് എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഉണ്ട് കമ്പനിയിലെങ്കിൽ, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയിൽ സബ്സിഡിയറിയിലൊക്കെ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നോമിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്, ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ഡേറ്റ് ഓഫ് ഡിസ്പോസൽ, ക്യുമുലേറ്റീവ് ബാലൻസ്, ഇതൊക്കെ ആ രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പം കമ്പനി ഡയറക്ടേഴ്സിന്റെയും കീ മാനേജർ പേഴ്സന്റെയും ഡീറ്റെയിൽസ് രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിക്കും. മെമ്പേഴ്സിനൊക്കെ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. A return containing particulars of appointment of directors and key managerial person shall be filed with the registrar in form DIR 12. ഇത് ശ്രദ്ധിക്കണം, ഫോം DIR 12. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആ വരുന്നത്? ഇത് വരും. ഇനി എന്തെങ്കിലും മുന്നേ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, ഫോം DIR 12 1-2 സ്ഥലത്ത് പറഞ്ഞായിരുന്നു. അപ്പം DIR 12 ഈ ഡീറ്റെയിൽസും ഉണ്ട്. എന്താ? അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറിയൽ പേഴ്സൺ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അതും form DIR 12 along with fee within 30 days of appointment or change by the company. ഡയറക്ടർഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫോം DIR 12 നമ്മൾ രജിസ്ട്രാറിനെ ഇന്റിമേറ്റ് ചെയ്യും. ഇൻസ്പെക്ഷൻ ഓഫ് രജിസ്റ്റർ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ്? രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സും കീ മാനേജർ പേഴ്സണും എല്ലാം എന്താ? ബിസിനസ് അവേഴ്സ്, ഡ്യൂറിംഗ് ദ ബിസിനസ് അവേഴ്സിൽ മെമ്പേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാം. ആൻഡ് ടേക്ക് എക്സ്ട്രാക്ട്സ് ആൻഡ് കോപ്പീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് ഷാൽ ബി സപ്ലൈഡ് വിത്തിൻ 30 days request made by the members. അപ്പൊ രജിസ്റ്റേർഡ് ഓഫീസിൽ ഇതെല്ലാം കാണും. നമുക്ക് നമ്മുടെ മെമ്പേഴ്സിന് അത് ചെന്ന് ഇൻസ്പെക്ട് ചെയ്യാം. വിത്തിൻ അപ്ലൈ ചെയ്യണം. 30 daysനുള്ളിൽ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി പണിഷ്മെന്റ് Section 172 provides if a company contravenes any of the provisions of Chapter 16 for which no specific punishment is a company, and every officer who is in default shall be punishable with fine which shall not be less than 50,000, which may extend up to 5 lakh. അപ്പൊ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടും ആളെ അപ്പോയിന്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺട്രാവെയിൻ ചെയ്ത് കഴിഞ്ഞാൽ he would be entitled for punishment which shall not be less than 50,000. കുറവുണ്ടാവില്ല. up to 5 lakh വരെ ഉണ്ടാവും ആ പണിഷ്മെന്റ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ ഒക്കെ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് കമ്പനിയാണ് അല്ലെ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഏജ് ഒക്കെ പറഞ്ഞേക്കുന്നത്. മിനിമം ഏജ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഈസ് 21 years. 21 years ആണ് മിനിമം ഏജ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 21 years. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ്?
70 years. He may continue after 7. അത് അപ്പോയിന്റ് ചെയ്യുമ്പോൾ 68 69 വരെ ആണെന്നിരിക്കട്ടെ, 70 ആയി എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് 70 years ഉണ്ടാവാൻ പാടുള്ളൂ. The appointment of a person who has attained the age of 70 may be made by passing a special resolution. A special നോർമൽ റെസൊല്യൂഷൻ പോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ആൾക്ക് അത്രയും പ്രായം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണം. An explanatory statement annexed to notice for such motion. അപ്പൊ അത്രയാണ്. അപ്പൊ മിനിമം ഏജ് ഫോർ ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്നത് 21 years ആണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 70 years ആണ്. ഇനി മാനേജിംഗ് ഡയറക്ടർ ഓൾ ടൈം ഡയറക്ടർ ഷാൽ ബി അപ്പോയിന്റഡ് സബ്ജക്ട് ടു കണ്ടീഷൻസ്. ഓക്കെ, ഇനി മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഓൾ ടൈം ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആള് എന്തായിരിക്കണം? ഹി ഹാഡ് നോട്ട് ബീൻ സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ എനി പീരിയഡ് ഓർ എ ഫൈൻ എക്സീഡിംഗ് 1000 ഫോർ ദ കൺവിക്ഷൻ ഓഫ് എനി ഒഫൻസ് അണ്ടർ ദ ഫോളോയിങ് ആക്ട്സ്. അപ്പൊ ഈ പറയുന്ന ആക്ട്സിന്റെ അണ്ടറിലൊന്നും കൺവിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്രിസൺ ചെയ്തിട്ടുള്ള ആള് ആവാൻ പാടില്ല. ഓൾ ടൈം ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കമ്പനിയുടെ ലേബല്, ആ ആൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ടു ദ കമ്പനി അല്ലേ. ഇപ്പൊ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് പിരിച്ചുവിടാൻ പറ്റും. പക്ഷെ മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഈ ഷുഡ് നോട്ട് ഹാവ് ബീൻ സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ എനി പീരീഡ്. അതുപോലെ തന്നെ ഫൈൻ, സ്റ്റാമ്പ് ആക്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അൾട്രേഷൻ, ഇനി പറയുന്ന ആക്ടിന്റെ അണ്ടറിലൊന്നും എന്തെങ്കിലും ഫോൾട്ട് ചെയ്തിട്ടുള്ള ആളാവാൻ പാടില്ല. He had not been detained for any period under contravention of the Foreign Exchange or Prevention of Smuggling Act. Whether he is a managerial person, he draws remuneration from more than one company subject to seal limit. Remuneration seal limit ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും കൂടുതൽ remuneration ഒന്നും ഡ്രോ ചെയ്യാൻ പാടില്ല. He is a resident of India. അപ്പൊ ഈ കണ്ടീഷൻസ്, അപ്പൊ നമ്മൾ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഓൾ ടൈം ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ഈ ആക്ടിന്റെ അണ്ടറിലൊന്നും പണിഷ്ഡ് ആവാൻ പാടില്ല. ഓക്കെ, ഈ റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടർ സെക്ഷൻ 197 ആണ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടർ പറയുന്നത്. അത് എത്രയാണെന്നറിയാവോ? ദ കമ്പനി ജനറൽ മീറ്റിംഗ് മേ ഓതറൈസ് total managerial remuneration payable by a public company to its director, including managing director and all-time director, in respect of any financial year, shall not exceed 11% of net profits of the company. അതായത് നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്സ് 11% കൂടുതൽ സാലറി ഇവരെല്ലാരും കൂടെ ഡ്രോ ചെയ്യാൻ പാടില്ല. ഇനി ജനറൽ മീറ്റിംഗ് വേണമെങ്കിൽ 11% കൂടുതൽ ഓതറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നോർമലി 197 പ്രകാരം 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനിയാണ് നമ്മുടെ ലിമിറ്റ്. ഇനി മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടറിനുള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. there are more than one all time director remuneration shall, അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് അവരുടെ എല്ലാവരുടെയും കൂടെ if there are more than one all time director, remuneration shall not exceed 10% of net profit to all such directors and managing directors taken together. അപ്പൊ നമ്മുടെ 197 പ്രകാരം 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് കൂടാൻ പാടില്ല. മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടറിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5%. ഇനി ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്സ് എല്ലാ ഡയറക്ടേഴ്സിനും, മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടേഴ്സിനെ, മാനേജിംഗ് ഡയറക്ടറിന്റെ എല്ലാവരും കൂടെ നോക്കി കഴിയുമ്പോൾ 10% കൂടുതൽ ആവാൻ പാടില്ല. ഇനി നമ്മുടെ കമ്പനി ലോസിലാണ്, പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിലോ? The company has no profit or profits are inadequate, പിന്നെ റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല. Okay, in a sitting fees, the director may receive sitting fees for attending the meetings of the board of committee or there. അപ്പൊ ഓരോ നമ്മുടെ മീറ്റിങ്ങിനും ഒക്കെ ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസ് കിട്ടും. ഈ റെമ്യൂണറേഷന് പുറമെ സിറ്റിംഗ് ഫീസും കിട്ടും.
അതാണ്. ഇനി പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ, നമ്മുടെ ഡയറക്ടർഷിപ്പ്, ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഇപ്പൊ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധമൊന്നുമില്ല, വേറെ എക്സ്റ്റേണൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊഫഷണൽ ഫീൽഡും എലിജിബിൾ ആണ്. എനി റെമ്യൂണറേഷൻ ഫോർ സർവീസസ് റെൻഡർഡ് ബൈ എനി ഡയറക്ടർ ഇൻ എനി കപ്പാസിറ്റി shall not be included if such services are rendered in a professional nature. ആള് വേറെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണെന്നിരിക്കട്ടെ, അങ്ങനെ അഡ്വക്കേസി, അപ്പം ലീഗൽ സർവീസും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ഈ റെമ്യൂണറേഷൻ ആയിട്ടൊന്നും ബന്ധമില്ല. ദാറ്റ് വുഡ് ബി പ്രൊഫഷണൽ, അത് വേറെ ഇതിലാണല്ലോ. shall not be included if the services rendered are of professional nature and in the opinion of remuneration and nomination committee or the board of director possess because qualification ഉള്ള ആള് ഇപ്പം നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഒക്കെ ആണെന്നിരിക്കട്ടെ, അപ്പം ആള് ലീഗൽ സർവീസ് കൊടുത്തെന്നും പറഞ്ഞിട്ട് അത് നമ്മുടെ റെമ്യൂണറേഷൻ ആയിട്ട് അതൊന്നും ബാധയില്ല. ലീഗൽ ഫീസ് വേറെ, റെമ്യൂണറേഷൻ വേറെ. ഇനി മന്ത്ലി റെമ്യൂണറേഷൻ മന്ത്ലി കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ലംസമായിട്ട് കൊടുക്കാം, പാർട്ട്ലി ബൈ വൺ വേ ഓർ പാർട്ട്ലി ബൈ അതർ. അതൊക്കെയാണ്. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ ചിലപ്പോൾ ഒരു 3-4 മാർക്സിനൊക്കെ ചോദിക്കാം. ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനെല്ലാം അക്കോർഡൻസ് ആയിട്ട് വേണം ഡയറക്ടർ ആക്ട് ചെയ്യാൻ. ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. പിന്നെ ഡയറക്ടർ ഷാൽ exercise his duties with due care and diligence. Director shall not involve in a situation where he may have to direct and indirect interest ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റിൽ, ആൾക്ക് വേറെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, കമ്പനിയുടെ ഇൻട്രസ്റ്റ് വേറെ ആണെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് വേണം ആക്ട് ചെയ്യാൻ. ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ നോട്ട് അച്ചീവ് or attempt to achieve any undue gain or advantage. നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർഷിപ്പ് കൊണ്ട് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഒന്നും നമുക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ ഉണ്ടാവാൻ പാടില്ല. ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ഓർ അസൈൻമെന്റ് ടു അസൈൻമെന്റ്. അതായത് നമ്മൾ ഡയറക്ടർ ആയിരിക്കും, നമ്മൾ ഇപ്പൊ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഒന്നും അല്ലാതെ തന്നെ വേറെ ആരെങ്കിലും പിടിച്ച് നമ്മുടെ ഡ്യൂട്ടീസ് കൊടുക്കാൻ അങ്ങനെ പാടില്ല. But duties of director shall act accordance with articles of association of a company, shall act in good faith, shall exercise his duty with due care and diligence. He shall not involve in a situation where he may have direct and indirect interest. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ he will act in the interest of company. In director of a company shall not achieve or attempt to achieve undue advantage ഒന്നും gain ചെയ്യാൻ പാടില്ല. Shall not assign his office to any other person. അതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ. ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ ഒന്ന് വായിച്ചു നോക്കിക്കാം. ഇനി പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് കമ്പനിക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെ പവേഴ്സ് അവർക്കുള്ളത്? ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ, നമ്മൾ ലിസ്റ്റഡ് കമ്പനി ഒക്കെ ആണെങ്കിൽ ഷെയർസ് ഒക്കെ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അതിനകത്ത് ഓരോ കോൾ, ഫസ്റ്റ് കോൾ ഉണ്ട്, സെക്കൻഡ് കോൾ ഉണ്ട്, അങ്ങനെ ഓരോ കോൾസ് ഒക്കെ ഇടാനുള്ള പവർ ഉണ്ട്. ടു ഓതറൈസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68, ടു ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം, വേണമെങ്കിൽ ലോൺ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ് ഇൻ ഫണ്ട്സ് ഓഫ് അനദർ കമ്പനി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? കോൾസ് ചെയ്യാം, പിന്നെ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68, ടു ഇഷ്യൂ ദ സെക്യൂരിറ്റീസ്, ബോറോ മണീസ്, ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് ഓഫ് കമ്പനി, ഗ്രാൻഡ് ലോൺസ്. ബോറോ ചെയ്യാൻ പറ്റും, വേറെ ആൾക്കെങ്കിലും ലോൺ കൊടുക്കാൻ പറ്റും. പിന്നെ ഡൈവേഴ്സിഫൈ ദ ബിസിനസ് റിലേറ്റഡ് സ്ട്രാറ്റജീസ് ഒക്കെ സെറ്റ് ചെയ്യാം. അമാൽഗമേഷൻ, മെർജർ, റീകൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യാം. ടു മേക്ക് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ, അതൊക്കെ ചെയ്യാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്.
ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നല്ല, റെസ്ട്രിക്ഷൻ എന്തിനൊക്കെ ഉണ്ട്? കൺസെന്റ് ഓഫ് കമ്പനി ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ട കാര്യങ്ങൾ എന്തിനൊക്കെ? ടു സെൽ, ലീസ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓൾ ഓർ സബ്സ്റ്റാൻഷ്യൽ ഓൾ ഓഫ് അണ്ടർടേക്കിംഗ്. അതായത് കമ്പനിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും സെൽ ചെയ്യുക, ലീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം അവിടെ. ഇനി കമ്പനിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർടേക്കിംഗ് ഉണ്ട്, കമ്പനി വേറെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട സെയിലർ, ലീസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. To invest in otherwise interest securities, the amount of compensation received by as a result of merger and amalgamation. Merger, amalgamation അതുമായിട്ടൊക്കെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ട്രസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയും ഡെപ്റ്റിന്റെ ഒക്കെ, അതായത് ഷെയർസിന്റെ അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സെക്യൂരിറ്റീസ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ they need consent of company by special resolution. To borrow money, where the money is to be borrowed together with money already borrowed by the company will exceed the aggregate of paid up share capital, free reserves, securities premium, apart from the temporary loans obtained from the company's bankers in ordinary course of business. അതായത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസിന്റെ ഒക്കെ അതിനേക്കാൾ കൂടുതൽ ലോൺ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇനി ലോൺ എടുക്കണമെങ്കിൽ കമ്പനിയുടെ കൺസേൺ. അതായത് നമുക്ക് ഈ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് അതൊക്കെയാണ് നമ്മുടെ ഫണ്ട്, അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ കടബാധ്യതയെങ്കിൽ പിന്നെ ഇനി ബോറോ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കൺസെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ടു റെമിറ്റ് ഗീവ് ടൈം ഫോർ റീപേയ്മെന്റ് ഓഫ് ഡെറ്റ് ഡ്യൂ ഫ്രം എ ഡയറക്ടർ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് കൺസെന്റ് ഓഫ് കമ്പനി ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ കോൺട്രിബ്യൂഷൻസ് ടു ചാരിറ്റബിൾ ഫണ്ട്സ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, കമ്പനിക്ക് അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാം. For the permission of company general meeting is required if such contribution in any financial year exceeds 5% of average net profits for the 3 immediately preceding financial year. 5% of average profit of 3 immediately preceding financial year ആണെങ്കിൽ എന്ത് ചെയ്യണം? കൺസെന്റ് പെർമിഷൻ ഓഫ് കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് വേണം. അല്ലാത്ത പക്ഷം കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യാം. ഈ ലിമിറ്റിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ പെർമിഷൻ ഓഫ് കമ്പനി ഈസ് നീഡഡ് ഇൻ ജനറൽ മീറ്റിംഗ്. പിന്നെ പവർ ഓഫ് ബോർഡ് ആൻഡ് അതർ പേഴ്സൺസ് ടു മേക്ക് കോൺട്രിബ്യൂഷൻ, നാഷണൽ ഡിഫൻസ് ഫണ്ടിലോട്ടൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് സെക്ഷൻ 183. The board is authorized to contribute such amount as it thinks fit to national defense fund or any other fund approved by the government for the purpose of national defense. അപ്പൊ അത്രയാണ് ഡയറക്ടേഴ്സിന്റെ പോർഷൻ വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഫോമിന്റെ നമ്പർ ഒക്കെ നോക്കണം, അതുപോലെ ഇന്നത്തെ ബ്ലാങ്ക്സിനകത്തൊക്കെ ചോദിക്കാം. പിന്നെ ഇത് ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കാം. എല്ലാരും അവിടെ ഉണ്ടോ? ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോയെന്ന് തോന്നുന്നു. ബോർഡ് ഷാൽ ഹാവ് എ മിനിമം ഓഫ് ഡാഷ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. പറയാവോ ആരെങ്കിലും? ചാറ്റിൽ ഇടുവോ ആൻസർ? ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ? In case of private company, അതെ പ്രൈവറ്റ് ആണ്. Board shall have minimum number of dash directors in case of a private company. 2 directors. In case of a private company, 2 directors. 3 അല്ല 2. Maximum number of directors shall be, ഏത് കമ്പനി ആയിക്കോട്ടെ, maximum number of directors shall be 15. Okay. Small shareholder means a shareholder having nominal value of shares not more than 20,000. Okay, company shall within dash days of appointment of director file a consent of director with the registrar. അല്ല 20,000 നമ്മൾ 1000 ഷെയർ ഹോൾഡേഴ്സ് എവിടെയാ പറയുന്നത്? അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് 1000 ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ. ഇനി company shall within dash days of appointment of director file consent of director with register 30 days.
DIN stands for ആരാ ഫുൾ ആൻസർ പറയുന്നത് നോക്കട്ടെ. വൈദേഹി. DIN stands for പറ DIN Director Identification Number. Okay. A return containing appointment of directors and KMP shall be filed with the register within dash days of appointment. Return containing appointment of director അതും എത്രയാണ്? എത്ര 30 days. എല്ലാം 30 days ആ. Maximum age limit for managing director is maximum age limit. Maximum age limit 70. 70 ആവുമ്പോൾ തന്നെ ഒരു പരിവാവും. എന്നാലും 70 അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Total manager remuneration paid by payable by the public company to directors including managing director. Appoint. എന്താ ചോദിച്ചത്? ഡോട്ട് എന്താ ചോദിച്ചത്? 11% of net profits of the company. Okay. Sitting fee shall not exceed dash per meeting. പറഞ്ഞായിരുന്നോ? സിറ്റിംഗ് ഫീസ് എത്രയാ? 70 above ഉള്ളവർക്ക് സ്കിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് ആക്കുന്നത്. ഓക്കെ. സിറ്റിംഗ് ഫീ ഷാൽ നോട്ട് എക്സീഡ് dash per meeting of board or committee. 1 lakh. The office of director shall become vacant in case he absent from meeting of board of within a period of dash with or without seeking leave of absence. Continuous period of എത്ര പീരീഡ് വരെ കണ്ടിന്യൂസ്ലി ആബ്സെന്റ് ആയാലാണ്? 3 months ആണോ? 3 months അതല്ല. 3 months ഏതായിരുന്നു? ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഈ ഡയറക്ടർ എവിടെ പോയി, അത് 3 മാസം, മിനിമം 3 മാസം. അല്ലാതെ 1 or 2 ഒരാഴ്ചത്തേക്കൊന്നും വേണ്ടി ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം 3 months എങ്കിലും ഓൾട്ടർനേറ്റ് അപ്പോയിന്റ്. ഫുൾ തിരിഞ്ഞല്ലോ. ഓക്കെ. The office of director shall become vacant. Okay. Minimum number of directors for a public company is public. What is the paid up share capital fixed for appointment of women director? $100, $300. Paid up share capital 100, turnover 300. Appointment of independent director shall be approved by appointment of independent general meeting. Okay. Tenure of director appointed by small shareholders. Director shall be small shareholders reappointment eligible അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. എത്ര നാളത്തേക്ക് പറ്റും? പറ. സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ 5 year അല്ല, 3 years. No independent director shall hold office for more than dash 5 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ എത്ര കൺസിക്യൂട്ടീവ് ടേംസ് പറ്റും? 2 consecutive. Okay. Which public company is required to appoint independent director? Independent director. A, B, C, D. ഏതാ വരുന്നത്? Okay. Which one of the following is not a criteria for appointment of director? Which one of the following is not a criteria? Shall not be promoted, shall be. Director may be elected by small shareholders upon notice by small shareholders director appoint ചെയ്യാൻ minimum 1000 shareholders or 1/10, whichever is lower. At every AGM, not less than dash of the total number of directors shall retire by rotation. എല്ലാ AGM-ലും
Minimum age prescribed for appointment of managing director is 21. The company may appoint more than 15 directors after passing a resolution. True or false? T or F എന്നിട്ടാ മതി. All companies are required to appoint one women director. എല്ലാ കമ്പനീസിനും ആവശ്യമുണ്ടോ? No. An independent director shall not be entitled to any stock option. All-time director is not the employee of the company. True വരുന്നതാണ് false ആണ്. ഏതിന്റെ ആൻസർ? Okay. Additional director shall hold office up to date of next AGM. Din allotted to a director before the commencement of this act shall be deemed to be din allotted under the new act. Okay. Non-obtaining of din does not amount to Non-obtaining of din does not amount to disqualification. No. It will amount to disqualification. Board may accept the resignation on submission of application for resignation. Okay. Remote directors. Remote director shall not be reappointed by the director as board of directors. Okay. If any financial year company profits illengil shall not pay remuneration. An independent director, various types of director, discuss the procedure. Okay, അപ്പൊ അത്രയേ ഉള്ളൂ. അത്രയാണ് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്.